എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്തോ ഒരു തടസ്സം എല്ലായ്പ്പോഴും ഉണ്ടാകുന്നു. കാര്യങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ വരുന്നു. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ സഫലമാകുന്നില്ല. ഇത്തരത്തിൽ പലരും അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പരിശ്രമം ചെയ്യുന്നു, പ്രാർത്ഥനയും ചെയ്യുന്നു. പക്ഷേ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു തടസ്സം പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആരാണ്? വിഘ്നങ്ങൾ നീക്കുന്ന ദേവൻ ഗണപതി ഭഗവാൻ. ഹിന്ദു വിശ്വാസത്തിൽ ഏത് ശുഭകാര്യവും തുടങ്ങുന്നതിന് മുൻപ് ആദ്യം ആരാധിക്കുന്നത് ഗണപതിയെയാണ്. കാരണം വിഘ്നേശ്വരൻ എന്ന പേര് തന്നെയാണ് പറയുന്നത് വിഘ്നങ്ങൾ നീക്കുന്ന ദൈവം. പക്ഷേ പലർക്കും അറിയാത്ത കാര്യമാണ്, നമ്മുടെ വീട്ടിൽ ഗണപതി ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ ശരിയായ സ്ഥാനത്ത് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും എന്നത്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. വീട്ടിൽ ഗണപതി ഭഗവാന്റെ ചിത്രം എവിടെ വെക്കണം? ഏത് രൂപത്തിലുള്ള വിഗ്രഹം തിരഞ്ഞെടുക്കണം? രാവിലെ എഴുന്നേറ്റപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറാൻ തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വീട്ടിൽ ഗണപതി ഭഗവാന്റെ ചിത്രം എവിടെ വെക്കണം എന്നതാണ്. വാസ്തുശാസ്ത്രവും പാരമ്പര്യ വിശ്വാസങ്ങളും പറയുന്നതനുസരിച്ച് വീട്ടിൽ ഒരു പ്രത്യേക ഭാഗമുണ്ട്. ആ ഭാഗത്തെ കന്നിമൂല എന്നാണ് വിളിക്കുന്നത്. കന്നിമൂല എന്നത് എന്താണെന്ന് അറിയാമോ? വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം, ഇതാണ് കന്നിമൂല. പലർക്കും ഈ കാര്യം അറിയില്ല. പക്ഷേ നമ്മുടെ പഴയ വീടുകളുടെ നിർമ്മാണത്തിൽ ഈ ഭാഗത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം ഈ ഭാഗം സ്ഥിരതയുടെയും ശക്തിയും നൽകുന്ന ഭാഗമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് സാധാരണയായി കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ താമസിക്കുന്ന മാസ്റ്റർ ബെഡ്റൂം ഈ ഭാഗത്തായിരിക്കും. അതാണ് കുടുംബനാഥനും കുടുംബനാഥയും താമസിക്കുന്ന മുറി. ഈ മുറിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഗണപതി ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം വെക്കുന്നത് വളരെ നല്ലതാണ്. കൃത്യമായ സ്ഥാനം എന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഗണപതി ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ വെക്കുന്നത് വളരെ ഉത്തമമാണ്. ഇത് വെറും ഒരു അന്ധവിശ്വാസമല്ല. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടല്ലോ. ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന് ശിവക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ശബരിമല പോലുള്ള ക്ഷേത്രങ്ങൾ. അവിടെയൊക്കെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ പലപ്പോഴും കാണുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അത് വെറും യാദൃശികമല്ല. ക്ഷേത്ര നിർമ്മാണ ശാസ്ത്രം, വാസ്തു ആഗമശാസ്ത്രം ഇവയെല്ലാം ചേർന്നാണ് ഈ സ്ഥാനം നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിലും ഈ തത്വം പാലിച്ചാൽ ഗുണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകും, ഏത് തരത്തിലുള്ള ഗണപതി വേണം? ഇടംപിരിയാണോ, വലംപിരിയാണോ, വെളുത്ത നിറമോ, കറുത്ത നിറമോ, നീല നിറമോ? അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ പലരും ചോദിക്കും. പക്ഷേ സത്യത്തിൽ ഇവയൊന്നും അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല. പ്രധാനപ്പെട്ടത് മറ്റൊന്നാണ്. നിങ്ങൾ ആ രൂപം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ആ വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം കാണുമ്പോൾ ഭക്തി തോന്നാറുണ്ടോ? ഭക്തി തോന്നുന്നുണ്ടോ? സമാധാനം തോന്നുന്നുണ്ടോ? സന്തോഷം തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതാണ് നിങ്ങളുടെ വീടിന് ഏറ്റവും അനുയോജ്യമായ ഗണപതി. നിറം എന്തായാലും പ്രശ്നമില്ല. വെള്ള ഗണപതി, കറുത്ത ഗണപതി, നീല നിറമുള്ള ഗണപതി, സ്വർണ്ണ നിറത്തിലുള്ള ഗണപതി, എന്തായാലും
നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ രൂപം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. കാരണം ദൈവം നമ്മുടെ ഭക്തിയാണ് നോക്കുന്നത്, വിഗ്രഹത്തിൻ്റെ നിറമല്ല. ഇപ്പോൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. പലർക്കും ഒരു ശീലമുണ്ടാകും, രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ നോക്കുക എന്നത്. പക്ഷേ പഴയ കാലത്ത് നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത് മറ്റൊന്നായിരുന്നു. അവർ ദൈവത്തിൻ്റെ രൂപം കാണുകയും അതിനുശേഷം ദിവസം തുടങ്ങുകയും ചെയ്തിരുന്നു. ഇത് വളരെ നല്ല ഒരു ശീലമാണ്. പ്രത്യേകിച്ച് ഗണപതി ഭഗവാന്റെ ചിത്രം ഇങ്ങനെ വെക്കാൻ കഴിയുമെങ്കിൽ അതിന് വലിയ ഗുണമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ കിഴക്കോട്ട് തലവെച്ച് ഉറങ്ങുന്നവരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഗണപതി ഭഗവാന്റെ ചിത്രം കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ എന്തു സംഭവിക്കും? അതായത് നിങ്ങൾ കണ്ണ് തുറക്കുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഗണപതി ഭഗവാനെ കാണും. ഇത് കണി കാണൽ എന്ന് പറയുന്നു. പഴയ കാലത്ത് ഇത് വളരെ നല്ല ശുഭലക്ഷണമാണെന്ന് വിശ്വസിച്ചിരുന്നു. രാവിലെ ആദ്യം ദൈവത്തിൻ്റെ രൂപം കാണുന്നത് അന്നത്തെ ദിവസത്തെ തടസ്സങ്ങൾ കുറയാൻ സഹായിക്കും എന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ കാര്യവും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഗണപതി ഭഗവാന്റെ ചിത്രം വീട്ടിൽ ശരിയായ സ്ഥാനത്ത് വെക്കുന്നത് ഒരു വലിയ ആത്മീയ ശക്തി നൽകുന്ന കാര്യമാണ്. പക്ഷേ ചിത്രം വെക്കുന്നത് മാത്രം മതിയാകില്ല. അത് നോക്കി പ്രാർത്ഥിക്കുന്ന രീതിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് അറിയാമോ? രാവിലെ വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് വേഗത്തിൽ ജോലി തുടങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് സോഷ്യൽ മീഡിയ നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു ചെറിയ സമയം നമ്മൾ ദൈവത്തിനായി മാറ്റിവെച്ചാൽ അത് നമ്മുടെ മനസ്സിനും ജീവിതത്തിനും വലിയ മാറ്റം ഉണ്ടാക്കും. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എങ്ങനെ പ്രാർത്ഥിക്കണം? ഇപ്പോൾ നമ്മളൊരു പ്രധാന കാര്യം നമുക്ക് മനസ്സിലാക്കാം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഗണപതി ഭഗവാനെ കുറിച്ച് നിമിഷങ്ങൾ നോക്കി പ്രാർത്ഥിക്കുക. ഇത് വളരെ നല്ല ഒരു ശീലമാണ്. അതെങ്ങനെ ചെയ്യണം എന്നത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഗണപതി ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ കുറച്ച് സമയം നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കുക. ശേഷം മനസ്സിൽ പറയുക, ഭഗവാനെ, ഇന്നത്തെ ദിവസം ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി. എന്നിലുണ്ടായ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നാളെ നല്ല രീതിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണം. ഇത് ഒരു വലിയ മന്ത്രമൊന്നുമല്ല, പക്ഷേ മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ ശക്തിയുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ പല ആത്മീയ ഗുരുക്കന്മാരും പറയുന്ന ഒരു മനോഹരമായ കാര്യമുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു ചെറിയ സങ്കല്പം മനസ്സിൽ വരുത്തുക. എന്താണ് ആ സങ്കല്പം? അതായത് നിങ്ങൾ ഗണപതി ഭഗവാന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്നു എന്ന് ചിന്തിക്കുക. ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ. ഈ സങ്കല്പം മനസ്സിൽ വരുത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ സമാധാനമുണ്ടാകും. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം നമ്മുടെ മനസ്സ് സുരക്ഷിതമാണെന്ന് തോന്നുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നാം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും. മനസ്സിന് ലഭിക്കുന്ന ഗുണം, അതായത് ഇതിൻ്റെ ഒരു വലിയ ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് എന്നത്. മനസ്സ് നിറയെ ചിന്തകളാണ്, പ്രശ്നങ്ങളാണ്, ഭയങ്ങളാണ്. അതുകൊണ്ട് ശരിയായി ഉറങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ ഉറങ്ങുന്നതിന് മുൻപ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. അതോടെ നമ്മൾക്ക് നല്ല ഉറക്കം ലഭിക്കും. നല്ല ഉറക്കം ലഭിച്ചാൽ അടുത്ത ദിവസം നമ്മുടെ മനസ്സ് കൂടുതൽ ശക്തമാകും. ശുദ്ധി എന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഗണപതി ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വച്ചിരിക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഒരു ചിത്രം വെക്കുന്നു, പക്ഷെ പിന്നീട് അത് ശ്രദ്ധിക്കാതെ പോകുന്നു. അതിൻ്റെ മേൽ പൊടിയും ചിലപ്പോൾ മാറാലയും ഉണ്ടാകും.
ഇത് ശരിയായ കാര്യമല്ല. ദൈവത്തിൻ്റെ രൂപം വയ്ക്കുന്ന സ്ഥലം എപ്പോഴും ശുദ്ധമായിരിക്കണം. ഒരു ചെറിയ തുണി ഉപയോഗിച്ച് അത് വൃത്തിയാക്കാം. ആ സ്ഥലത്ത് ഒരു ചെറിയ വിളക്ക് വെക്കാം, അല്ലെങ്കിൽ ഒരു പൂവ് വെക്കാം. ഇതൊക്കെ വലിയ കാര്യങ്ങളല്ല, പക്ഷേ അത് നമ്മുടെ ഭക്തിയെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷെ അതോടൊപ്പം സ്വയം വിശ്വാസവും ഉണ്ടാകണം. പലരും കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊന്നും ചെയ്യണ്ട, ദൈവം എല്ലാം ചെയ്തു തരട്ടെ. അത് ശരിയായ ചിന്തയല്ല. ദൈവം നമ്മെ സഹായിക്കുന്നത് നമ്മൾ ശ്രമിക്കുമ്പോഴാണ്. നമ്മൾ ശ്രമിക്കണം, പ്രയത്നം ചെയ്യണം, ശേഷം ദൈവത്തിൽ വിശ്വാസം വയ്ക്കണം. അപ്പോൾ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറും. ഗണപതി ഭഗവാന്റെ രൂപം നോക്കുമ്പോൾ തന്നെ നമുക്ക് പല സന്ദേശങ്ങളും ലഭിക്കും. ഉദാഹരണത്തിന്, വലിയ തല, വലിയ ചിന്തകൾ ചെയ്യുക; വലിയ ചെവി, കൂടുതൽ കേൾക്കുക എന്നത്; ചെറിയ കണ്ണുകൾ, ശ്രദ്ധയോടെ നോക്കുക എന്നത്; ചെറിയ വായ, കുറച്ചു മാത്രം സംസാരിക്കുക എന്നത്. ഇത് എല്ലാം നമ്മുടെ ജീവിതത്തിന് വലിയ പാഠങ്ങളാണ്. അതുകൊണ്ട് ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് വെറുമൊരു ആചാരമല്ല, അതൊരു ജീവിത പാഠമാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത്, ജീവിതത്തിൽ ദൈവവിശ്വാസം മാത്രം മതിയാകില്ല എന്നതാണ്. അതോടൊപ്പം ആത്മവിശ്വാസവും വേണം. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഞാൻ വളരെ പ്രാർത്ഥിക്കുന്നു, പക്ഷെ എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ദൈവം നമ്മെ സഹായിക്കുന്നത് നമ്മൾ ശ്രമിക്കുമ്പോൾ മാത്രമാണ്. ഗണപതി ഭഗവാൻ വിഘ്നങ്ങൾ നീക്കുന്ന ദൈവമാണ്. പക്ഷേ നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ വഴിയിലെ കല്ലുകൾ മാറ്റുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ വിശ്വാസവും പരിശ്രമവും രണ്ടും ഒരേപോലെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു ചെറിയ ആത്മീയ കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും മുമ്പ് ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് എന്നത്? പുരാണങ്ങളിൽ പറയുന്ന ഒരു കഥയുണ്ട്. ദേവന്മാർ ഒരിക്കൽ തീരുമാനിച്ചു, ആരാണ് ഏറ്റവും വേഗത്തിൽ ലോകം ചുറ്റി വരുന്നത്, അവനാണ് ഏറ്റവും മഹത്തായവൻ. അപ്പോൾ എല്ലാവരും യാത്രയ്ക്ക് തയ്യാറായി. പക്ഷേ ഗണപതി ഭഗവാൻ വളരെ വ്യത്യസ്തമായി ചിന്തിച്ചു. അവൻ ശിവനും പാർവതിയെയും ചുറ്റി നടന്നു. കാരണം അവരാണ് തൻ്റെ ലോകം എന്നു പറഞ്ഞു. ഈ ജ്ഞാനവും ഭക്തിയും കണ്ടപ്പോൾ ദേവന്മാർ എല്ലാവരും ഗണപതി ഭഗവാനെ ആദ്യം ആരാധിക്കണം എന്നു തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇന്നും എല്ലാ ശുഭകാര്യങ്ങൾക്കും മുമ്പ് ഗണപതിയെ പ്രാർത്ഥിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് ഒരിക്കലും വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, രാവിലെ ദൈവത്തെ കാണുക, രാത്രി പ്രാർത്ഥിച്ച് ഉറങ്ങുക, വീട്ടിൽ ശുദ്ധി പാലിക്കുക, വിശ്വാസത്തോടെ ജീവിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. മനസ്സ് മാറുമ്പോൾ ജീവിതവും മാറും. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി, ഗണപതി ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വീട്ടിലെ കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മാസ്റ്റർ ബെഡ്റൂമിലെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെക്കുന്നത് ഉത്തമമാണ്. രണ്ടാമതായി, ഏത് രൂപത്തിലുള്ള ഗണപതിയെയാണെന്ന് അത്ര പ്രാധാന്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിന് ഭക്തിയും സന്തോഷവും നൽകുന്ന ആ രൂപം തന്നെ തിരഞ്ഞെടുക്കുക എന്നത്. മൂന്നാമതായി, രാവിലെ എഴുന്നേറ്റപ്പോൾ ഗണപതി ഭഗവാനെ കണി കാണുന്നത് ദിവസത്തെ നല്ല രീതിയിൽ ആരംഭിക്കാൻ സഹായിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. നാലാമതായി, ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഗണപതിയെ നോക്കി പ്രാർത്ഥിക്കുന്നത് മനസ്സിന് സമാധാനം നൽകുമെന്ന് നമ്മൾ പറയുകയുണ്ടായി. അഞ്ചാമതായി, ദൈവത്തിൻ്റെ ചിത്രം വെച്ചിരിക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നത്. അവസാനം, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവിശ്വാസവും ആത്മവിശ്വാസവും
ഇവ രണ്ടും കൂടിയാൽ മാത്രമാണ് ജീവിതത്തിൽ തടസ്സങ്ങൾ മാറുന്നത് എന്ന്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിഘ്നങ്ങളും നീക്കി സുഖവും സമാധാനവും നൽകട്ടെ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.